ലാലേട്ടനെ ഒരുമിച്ച് കണ്ടപ്പോൾ സന്തോഷം പറയാൻ പറ്റുന്നില്ല. പിന്നെ സിനിമ അടിപൊളിയായിരുന്നു, ത്രില്ലിംഗ് ആണ്, പിന്നെ എൻ്റെ ഫുള്ളി എൻഗേജിങ് ആണ്. അതാണ് എൻ്റെ സിനിമയുടെ പ്രത്യേകത. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്നത്തെ ഈ ഒരു യുഗത്തിൽ വളരെ റെലവൻറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. പിന്നെ എന്താ പറയണ, എല്ലാവരെയും ഒരുമിച്ച് കണ്ട ഒരു എക്സൈറ്റ്മെന്റ് പറഞ്ഞറിയിക്കാൻ വയ്യ. എന്തായാലും ടീമിന്, ഹോൾ ടീമിന് എല്ലാ ആശംസകളും. ലാലേട്ടനെ ഒരുമിച്ച് കണ്ട സന്തോഷം വീണ്ടും. ചെറിയൊരു ഇതായിട്ട് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല. ക്ലൈമാക്സ് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. മോഹൻലാലിന് കുഴപ്പമില്ല. ഒരു മൊത്തം ഒരു കൊമേഴ്ഷ്യൽ പടമായിട്ട് എടുത്തിട്ടുണ്ട്, കുഴപ്പമില്ലാതെ എടുത്തിട്ടുണ്ട്. ഇന്റർവ്യൂവിൽ ഒരു ഇന്റർനാഷണൽ പടമായിട്ടാണ് തോന്നുന്നത്. ഇന്റർവ്യൂവിൽ ഒരു ചെറിയൊരു എന്തോ ഒരു കുഴപ്പമില്ല തോന്നിയത്, എന്നാലും ക്ലൈമാക്സ് ശരിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. മമ്മൂട്ടി തന്നെയാണ് അടിപൊളി. മോഹൻലാലിന്റെ ഒരു കമ്മിയ റോഡ് പോലെ ഉള്ളൂ, കുഴപ്പമില്ല. എന്നാലും പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മനുഷ്യൻ എന്ന് പറഞ്ഞ പാട്ടിൽ മൊത്തം കാസ്റ്റിംഗ് ഞാൻ ചെയ്തിരുന്നു, അതുകൊണ്ട് എനിക്കിത് ഭയങ്കര സ്പെഷ്യലാണ്. മമ്മൂട്ടിയും പിന്നെ മോഹൻലാലും ഒന്നിച്ചു വന്നപ്പോ എന്ത് തോന്നി? റൊമാൻസിഫിക്കേഷൻ. അവരെ ഒരുമിച്ച് കാണാൻ വേണ്ടി തന്നെ തിയേറ്ററിലേക്ക് വരണം എല്ലാവരും. സൂപ്പർ പടം, എല്ലാം കൂടി അതായത് നല്ല കഥയും കാര്യങ്ങളും ആണ്. പിന്നെ ഈ കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ ലാപ്ടോപ്പ് മൊബൈലൊക്കെ യൂസ് ചെയ്യുന്ന ദുരുപയോഗങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നല്ല കഥയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫഹദ്വാസിലൊക്കെ നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് തകർത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ഫാമിലിയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി പടം, സൂപ്പർ പടം. നമുക്ക് എല്ലാവർക്കും ഒരു അവയർനെസ് തരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആക്ടിംഗ് വൈസ് നമുക്ക് ലാലേട്ടന് രണ്ടുപേരും ഉണ്ട്. രണ്ടുപേരും സ്ക്രീനിൽ കണ്ടപ്പോൾ വളരെ സന്തോഷമായി, നല്ല രസമുണ്ടായിരുന്നു അവരോട് കാണാനായിട്ട്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, നമ്മള് രണ്ടുപേരുടെ ഫാൻസ് ആണ്. അപ്പൊ നമുക്കത് ഓവറോൾ രണ്ടുപേരുടെ പെർഫോമൻസ് നന്നാണ്. രണ്ടുപേരും കട്ടയ്ക്കാണ്. രണ്ടുപേർക്കും ആ പടത്തിൽ നല്ലൊരു എന്താ പറയുന്നത്, രണ്ടുപേരും നല്ല രീതിയിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യില്ല. നമ്മ ഇന്റർവെൽ എത്തിയല്ലോ എന്ന് നമ്മൾ പെട്ടെന്ന് ഒരു ഇത് കാണുമ്പോഴാണ് നമ്മൾ വേഗം ഇന്റർവെൽ എത്തിയല്ലോ എന്ന് ഓർക്കും. ഇന്റർവെൽ കഴിഞ്ഞ് കഴിയുമ്പോൾ വേഗം തന്നെ മൂവി കംപ്ലീറ്റ് ആവും. അവരുടെയൊക്കെ നന്നായിട്ടുണ്ട്, പെർഫോമൻസ് എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലൈമാക്സ് മാത്രം ഒരു ക്ലൈമാക്സ് സെക്കൻഡ് ഹാഫ് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ലെറ്റ് ഡൗൺ ആയിപ്പോയി. പെർഫോമൻസുകളെല്ലാം എല്ലാവരും അടിപൊളിയായിരുന്നു. ഫാദായാലും എല്ലാവരും നന്നായിരുന്നു. ഒരു രക്ഷയില്ല. എന്റെ പൊന്നു മോനെ മമ്മൂട്ടി മോഹൻലാലിനെ തകർത്ത്. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ കൊണ്ടുവന്നാണ്, സെക്കൻഡ് ഹാഫ് അത് ഒന്നും കൂടി മെച്ചപ്പെടുത്തി. സൂപ്പറായിട്ടുണ്ട്. മോഹൻലാലിന്റെ ഒരു അടാറ് സാധനം ആണ് മോഹൻലാലിന്റെ സംഭവം, നന്നായിട്ടുണ്ട്.